പെഗാസസ് വിഷയത്തിൽ പ്രതിപക്ഷ ആരോപണങ്ങൾ തള്ളി സുപ്രീം കോടതി. ദേശീയ സുരക്ഷയുടെ ഭാഗമായി ഒരു രാജ്യം ചാര സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികളെ തടയാനാവില്ലെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. കേസ് ജൂലൈ 30 വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വലിയ ഒരു വിവാദ വിഷയം ആക്കിയതാണ് പെഗാസസ്. പ്രതിപക്ഷം ഈ വിവാദം ഉയർത്തിക്കൊണ്ടുവന്ന വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോഴിതാ പ്രതിപക്ഷ ആരോപണങ്ങളൊക്കെ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. കോടതിയുടെ മറ്റ് നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് ജിഷ്ണു? അനിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ഭാരതം ഇസ്രായേലി ചാര സോഫ്റ്റ്വെയർ പെഗാസസ് വാങ്ങിയത് ചൂണ്ടിക്കാട്ടി വലിയ പ്രതിഷേധങ്ങളും ആരോപണങ്ങളും പ്രതിപക്ഷം രാജ്യത്ത് നടത്തിയിരുന്നു. നമുക്കറിയാം, ദിവസങ്ങളോളം പാർലമെന്റിന്റെ സഭാ നടപടികൾ അവസാനിപ്പിക്കുന്ന തരത്തിൽ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഇത്തരം ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ചാര സോഫ്റ്റ്വെയർ വാങ്ങിയത് എന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. അത്തരം ആരോപണങ്ങൾക്ക് പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ള വാദങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതായത് ഇന്ന് കോടതി ചോദിച്ചിട്ടുള്ളത് തന്നെ രാജ്യം ഇത്തരത്തിലുള്ള ചാര സോഫ്റ്റ്വെയർ വാങ്ങുന്നതിലും ഉപയോഗിക്കുന്നതിലും എന്താണ് തെറ്റ് എന്നാണ് സുപ്രീം കോടതി ചോദിച്ചിട്ടുള്ളത്. കാരണം രാജ്യത്തിന്റെ സുരക്ഷയിൽ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാനാകില്ല. അതുകൊണ്ട് രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നടപടികളെ തടയാൻ സാധിക്കില്ല എന്നുള്ളതാണ് വളരെ കൃത്യമായി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കൂടാതെ എൻ കോടീശ്വർ സിംഗ് എന്നിവരുടെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചിട്ടുള്ളത്. ആ സമയത്ത് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ ഇത്തരത്തിൽ ചാര സോഫ്റ്റ്വെയർ വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം കോടതി നേരിട്ട് പരിശോധിക്കണം എന്ന് ഹർജിക്കാരുടെ അഭിഭാഷകൻ വാദിച്ചപ്പോഴാണ് അത്തരത്തിൽ ചാര സോഫ്റ്റ്വെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് എന്താണ് തെറ്റ്, അത്തരത്തിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് വേണ്ടി ചാര സോഫ്റ്റ്വെയർ വാങ്ങുന്നതിലും അത് ഉപയോഗിക്കുന്നതിലും യാതൊരു തരത്തിലുമുള്ള തെറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. ഒപ്പം ഈ ചാര സോഫ്റ്റ്വെയർ വ്യക്തികൾക്ക് നേരെ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാം എന്നുള്ളതും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഒപ്പം വാദം നടക്കവേ കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇത്തരത്തിൽ ഭീകരവാദികൾക്കുമുള്ള സ്വകാര്യ അവകാശങ്ങൾ സുപ്രീം കോടതിയിൽ ഉന്നയിക്കുന്നു എന്നുള്ള ഈ ഹർജിക്കാരെ പരിഹസിക്കുന്ന രീതിയിലുള്ള വാദം തുഷാർ മേത്തയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഒരു സാധാരണ പൗരനെ സംബന്ധിച്ച് അവന് ലഭിക്കേണ്ട ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നുള്ളതും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കുന്നു. ഏതായാലും പെഗാസസ് ചാര സോഫ്റ്റ്വെയർ, അത്തരത്തിലുള്ള ചാര സോഫ്റ്റ്വെയർ രാജ്യസുരക്ഷയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും തെറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വലിയ രീതിയിൽ പ്രതിപക്ഷം ബഹളമുണ്ടാക്കുകയും അല്ലെങ്കിൽ ഈ പെഗാസസ് വിഷയത്തിൽ ഈ എന്തിനാണ് ഇത്തരത്തിലൊരു ചാര സോഫ്റ്റ്വെയർ വാങ്ങിയത് എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ, ആരോപണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് നിരന്തരം ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ സുപ്രധാനമായ നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അനിൽ നമ്പ്യാർ. പെഗാസസ് വിഷയത്തിൽ പ്രതിപക്ഷ ആരോപണങ്ങൾ നിരാകരിച്ച് സുപ്രീം കോടതി. ദേശീയ സുരക്ഷയുടെ ഭാഗമായി ഒരു രാജ്യം ചാര സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികളെ തടയാനാവില്ലെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. കേസ് ജൂലൈ 30 വീണ്ടും പരിഗണിക്കും.